ചെറുതാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന പലതും വളരെ വലിയ കാര്യങ്ങളാണ് അല്ലേ? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ടുമോറോ ഈസ് ജസ്റ്റ് എൻ ഐഡിയ എന്നാണ് പറയുന്നത്. അതായത് നാളെ എന്നത് ഒരു സങ്കല്പം മാത്രമാണ്. ശരിയല്ലേ? ഇന്നലകൾ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നടന്നു വന്ന വഴിയോരങ്ങളാണ് അതൊക്കെ. ഈ നിമിഷം എന്ന് പറയുന്നതും ഒരു വലിയ സത്യമാണ്. നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷെ നാളെ എന്നത് അതിന് യാതൊരുവിധ ഉറപ്പുമില്ല. ജീവിതത്തിൽ നമുക്കൊരിക്കലും ഒരുറപ്പും നൽകാൻ കഴിയാതെ, ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഒന്നാണ് ടുമോറോ, നാളെ എന്ന വാക്ക് അല്ലേ? അവിടെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ ഒരു കാര്യവും നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. നാളത്തേക്ക് മാറ്റിവെക്കുന്നതിന് ജീവിതത്തിൽ യാതൊരുവിധ പ്രസക്തിയുമില്ല. കാരണം നാളെ എന്നത് ഒരു സങ്കല്പമാണ്. ഒരു വിശ്വാസത്തിൻ്റെ, ഒരു പ്രതീക്ഷയുടെ തിരുനാളം മാത്രമാണ് നാളെ. അതുകൊണ്ട് തന്നെയാണ് അതൊരു സങ്കല്പമാവുന്നത്. പക്ഷേ ഈ നിമിഷവും ഇന്നെന്ന ദിവസവും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ കുറേയൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ കുറേയൊക്കെ മനോഹരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്നവരാണ് അല്ലേ? ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മടിയും അലസതയും ഒക്കെയാണ്. അല്ലെങ്കിൽ ഒരു മൂഡില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്നത്. പക്ഷേ നാളെ എന്നൊരു ദിവസം ജീവിതത്തിൽ നമുക്കുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ യാതൊരുവിധ ഉറപ്പുമില്ല. അത് മാത്രവുമല്ല, നാളത്തെ ദിവസം നമുക്കുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ മറ്റൊരു പുതിയ പ്രശ്നത്തെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും, നേരിടേണ്ടി വരും, അതിന് പരിഹാരം കണ്ടെത്തേണ്ടി വരും. അവിടെ നമ്മൾ പെൻഡിങ് വെച്ച, അല്ലെങ്കിൽ ഇന്ന് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ കിടക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കുന്നുകൂടി ജീവിതം സങ്കീർണമാവും, ജീവിതം പ്രതിസന്ധിയിലാവും, ജീവിതം സമ്മർദ്ദങ്ങളിലാവും. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടി എല്ലാ ദിവസവും കൃത്യമായിട്ട് അന്നന്നത്തെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ പരീക്ഷ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. എന്നാൽ എല്ലാം കൂട്ടിവെച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ പഠിക്കാമെന്ന് കരുതിയാൽ അത് നമുക്ക് കൃത്യമായിട്ട് സാധ്യമായ കാര്യമാവില്ല. മാർക്ക് കുറയും, ഒരുപക്ഷെ പരാജയപ്പെടും, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതൊക്കെ നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന നമ്മുടെ വിശ്വാസം ആദ്യം നമ്മൾ മാറ്റിവെക്കുക. ഇന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്ത് പൂർത്തിയാക്കാൻ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലംഭാവം കാണിക്കാനും അലസത കാണിക്കാനും മടി കാണിക്കാനും ഒന്നും ജീവിതത്തിൽ സമയങ്ങളില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ മാറ്റിവെക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ക്രിയാത്മകമാക്കുക. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ഈ ദിവസത്തിൽ ചെയ്ത് പൂർത്തിയാക്കുക. ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ഈ ദിവസത്തെ ഏറ്റവും സുന്ദരമാക്കുക. ഓർക്കുക, ജീവിതം എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ഓരോ താളുകളും എന്ന് പറയുന്നത് ജീവിതത്തിലെ ഓരോ ദിവസങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ആ താളുകൾ മനോഹരമാവണമെങ്കിൽ ഓരോ ദിവസവും സുന്ദരമായിരിക്കണം. അപ്പോഴാണ് ജീവിതത്തിൻ്റെ ആകത്തുക മനോഹരമായിട്ട് മാറുന്നത്. നമ്മുടെ പുസ്തകത്തിൻ്റെ വലിപ്പം എത്രത്തോളം വലുതാണ്, എത്രത്തോളം ചെറുതാണ് എന്നത് നമുക്ക് നിർണ്ണയിക്കാനാവില്ല. അതിലടങ്ങിയിരിക്കുന്ന താളുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് അത് നമുക്ക് നിർവചിക്കാനാവുക. അതായത് നമ്മൾ എത്ര കാലം ഈ മണ്ണിൽ ജീവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം എന്ന പുസ്തകത്തിൻ്റെ വലിപ്പം നമുക്ക് നിർണ്ണയിക്കാനാവുക. പക്ഷേ ഇവിടെ പറയാനുള്ളത്, നമ്മുടെ ജീവിതം എന്ന പുസ്തകത്തിൻ്റെ വലിപ്പം ചെറുതോ വലുതോ ആവട്ടെ, അത് മനോഹരമായിരിക്കണം. ചെറിയ സമയം കൊണ്ട് വലിയ ലോകത്തെ സൃഷ്ടിച്ച ഒരുപാട് ആളുകളുണ്ട്. ചെറിയ കാലമേ അവർ ഈ മണ്ണിൽ ഒരുപക്ഷെ ജീവിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ കാലത്തെ അതിജീവിച്ചും അവരുടെ പേര് ഈ മണ്ണിൽ അടയാളപ്പെടുത്തി കടന്നുപോയവരാണ് പല ആളുകളും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസിൻ്റെ ദൂരം നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കേണ്ട. എത്രയുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് ഇരിക്കേണ്ടതുമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസത്തെയും ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
ഈ ദിവസത്തെ ഏറ്റവും സുന്ദരമാക്കാൻ കഴിഞ്ഞാൽ നാളത്തെ ദിവസത്തെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് തുടങ്ങാനാവുമെന്ന ഒരു മിനിമം ചിന്താഗതിയെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടു നടക്കാനാവണം. നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ സമയം, നമ്മുടെ ഒരു ദിവസം ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം. അതുകൊണ്ട് ഈ നിമിഷം സുന്ദരമാവട്ടെ, ഈ നിമിഷം ഏറ്റവും ക്രിയാത്മകമാവട്ടെ. അലസതയും മടിയുമൊക്കെ അതിനൊന്നും ജീവിതത്തിൽ വലിയ പ്രസക്തിയില്ല. ജീവിതത്തെ നമ്മൾ നിർജീവമാക്കേണ്ടതില്ല. നമുക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഈ മണ്ണിൽ ജീവിക്കാൻ സാധിച്ചു, ഈ പ്രപഞ്ചത്തിന്റെ ഭംഗി നോക്കിക്കാണാൻ സാധിച്ചു, അതിലെങ്ങനെ ഇടയ്ക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ നിമിഷത്തെയും ഏറ്റവും മൂല്യമുള്ളതാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അലസമായിട്ട് കളയാനുള്ളതല്ല അതൊന്നുമെന്ന് ചുരുക്കം. അതുകൊണ്ട് ഓരോ നിമിഷത്തെയും ഏറ്റവും സുന്ദരമാക്കുക, ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. ഇന്ന് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് സന്തോഷത്തോടെ സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളത്തെ ദിവസം കിട്ടുമെന്ന പ്രതീക്ഷയോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നാളത്തെ ദിവസം കിട്ടിയാൽ വീണ്ടും അതിനെയും മനോഹരമാക്കുക. അങ്ങനെ കിട്ടുന്ന ദിവസങ്ങളെ, കിട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നമ്മൾ എന്ത് വേണം, വളരെ സുന്ദരമായ ഒരു യാത്രയാക്കിയിട്ട് മാറ്റാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുന്നു, ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതൊക്കെ അവിടെ തന്നെ കിടക്കും. ഇന്നലകളിൽ നമ്മൾ മാറ്റിവെച്ചതൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ഒന്നും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ചെയ്യാനുള്ളത് മുഴുവൻ ഇന്ന് തന്നെ ചെയ്ത് പൂർത്തിയാക്കുവാൻ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ബാക്കിയാവുന്ന കാര്യങ്ങളുടെ ഭാരങ്ങൾ ജീവിതത്തിൽ ചുമക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാവരുത് നമ്മളൊന്നും. ഭാരങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കി ഓരോ ദിവസവും വളരെ ഫ്രീ ആയിട്ട് തുടങ്ങാൻ നമ്മൾ തയ്യാറെടുക്കുക. എത്ര പൂർത്തിയാക്കിയാലും എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാകും. പക്ഷേ നമ്മളായി ഒന്നും ബാക്കി വെക്കാതിരിക്കുക എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഒരു വീഡിയോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.